എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ പി.കെ. അബ്രഹാം, കോർപ്പിസ്കോപ്പ. യേശുദമ്പുരാൻ പറഞ്ഞ വാക്കിന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. നിങ്ങൾ സമൂഹത്തിലേക്ക് ചെന്ന് അതിലേറ്റവും ചെറിയവരിൽ ഒരാൾക്ക് എൻ്റെ പേരിൽ ഒരു ഗ്ലാസ് തണ്ണീർ കുടിയെങ്കിലും കൊടുത്താൽ എനിക്ക് തന്നത് ആണ് എന്ന്. അപ്പോൾ ദൈവത്തെ ആ ചെറിയവരിൽ അവരെ ശുശ്രൂഷിച്ച് ചെറിയവരിൽ കണ്ടെത്തുകയും അവരെ ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ അവർ നമ്മളിൽ ദൈവത്തെ കണ്ടെത്തുകയും ചെയ്യും എന്നുള്ളതാണ് ആ വാക്കിൻ്റെ പൊരുൾ. ഇവിടെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന പൗലോസേട്ടനെ ഞാൻ ഓർക്കുന്നു. ഒരു ജ്ഞാനം കൂടി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഉൾവിളി ഉണ്ടായി. നീ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ആരോരുമില്ലാത്തവരെയും എടുത്ത് നീ ശുശ്രൂഷിക്കുമ്പോൾ ഇവിടെ വന്നതിൻ്റെ ഫലം നിനക്ക് ലഭിക്കുമെന്നുള്ളതായ വാക്ക് അദ്ദേഹം അവിടെ നിന്ന് ആരംഭിച്ചതാണ്. ഇവിടെ ഞാനിത് തുടക്കകാലത്ത് ഇവിടെ വന്നിരുന്നു. ഒരച്ഛനായിരുന്നപ്പോൾ ഇതിന് ചെറിയ കെട്ടിടങ്ങളും ഒരു മുറിക്കുള്ളിൽ തന്നെ കുറേ പേരെയൊക്കെ കെടുത്തി വലിയ കഷ്ടപ്പാടിൽ നടന്നു പോയതും പല ദേശവാസികളും വന്ന് ഭക്ഷണം കൊടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്ത് പോകുന്നത്. അന്ന് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഈ പ്രസ്ഥാനം വളർന്നത്. ഇന്ന് ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ കിട്ടുന്നു, വലിയ വലിയ ആൾക്കാർ ഇവിടെ വന്നു പോകുന്നു, നേതൃത്വം കൊടുക്കുന്നു, എല്ലാ രീതിയിലും ഇന്ന് എസ്റ്റാബ്ലിഷായി. എന്നിരുന്നാലും ഇവിടെ കുറേ ദൈവത്തിൻ്റെ മക്കളുണ്ട്. ഏകദേശം 300ഓളം പേര് ഇവിടെ ഉണ്ട്. അവരെ ഒന്ന് കാണാൻ നിങ്ങൾക്ക് മനസ്സാകണം. നിങ്ങൾ കഷ്ടപ്പെട്ടാണെങ്കിലും നിങ്ങളിവിടെ വരണം. മക്കളുടെ ജന്മദിനത്തിൻ്റെ അന്ന്, വിവാഹ വാർഷികത്തിൻ്റെ അന്ന് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുമ്പോൾ എത്രയോ പൈസകളും ഒക്കെ നിങ്ങൾ ചെലവഴിച്ച് വലിയ സംരംഭങ്ങൾ നടത്തുമ്പോൾ ഇവിടെ വന്ന ഈ അന്തേവാസികളെ, ദൈവത്തിൻ്റെ മക്കളെ ഒന്ന് കണ്ട് അവർക്ക് ഒരു ഭക്ഷണം കൊടുത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്തതുപോലെയാകും. കുറച്ച് കടഭാരങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ ചോദിച്ചറിഞ്ഞപ്പോൾ. അതൊക്കെ എല്ലാവരും കൂടി ചേർന്നാൽ സഹകരിച്ച് അത് നിർവഹിക്കാൻ സാധിക്കും. ഇത് ദൈവത്തിൻ്റെ രാജ്യമാണെന്നുള്ളതാണ്. ഇവരുടെ മധ്യത്തിൽ ദൈവം വസിക്കുന്നു എന്നുള്ളതാണ്. എത്ര പേരാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്, എത്ര പേരാണ് സമർപ്പിക്കപ്പെട്ട് ഇതിനു വേണ്ടി അധ്വാനിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. പൗലോസേട്ടൻ സാക്ഷ്യം പറഞ്ഞു, എന്ത് കാര്യവും ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച് ഞാൻ രാത്രി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നേരം എടുക്കുമ്പോൾ എൻ്റെ ദൈവം നടത്തി തരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എന്നുള്ളതാണ്. അതായത് മുന്നമേ നീ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം എന്നുള്ളതായ ദൈവവാക്യം ഈ സിയോൻ ആശ്രമത്തിൽ ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആയതുകൊണ്ട് പലരും ഇതിനു വേണ്ടി ഇങ്ങനത്തെ ശുശ്രൂഷകൾ കാണാനും ഇവരെ സഹായിക്കാനും മനസ്സുള്ളവർ സമൂഹത്തിലുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിയോൻ ആശ്രമത്തിൽ വന്ന് ഇവരെ കണ്ട് ഇവർക്ക് വേണ്ടി സഹായിച്ച് പ്രാർത്ഥിച്ച് ഇവരോടൊപ്പം നിൽക്കുമ്പോൾ ദൈവത്തിന് നിങ്ങൾ ചെയ്തതുപോലെ ആവും എന്നുള്ള കാര്യം ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പം ഒന്ന് റിക്വസ്റ്റായിട്ട് എല്ലാവരോടും പറയുകയാണ്. എല്ലാവരും സഹകരിക്കണം, പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. you.